നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോൾക്കപ്പോ എന്നെ ഓർമ്മയുണ്ടല്ലേ? അമൃതേ, നിനക്കെന്താ വീട്ടിൽ പോകാൻ പാടല്ലേ? അവിടെ മോളുടെ മുത്തശ്ശിയില്ലേ? ഇല്ല, ആരുമില്ല. അവിടെ പോലീസ് ഉണ്ടാവും. എനിക്ക് പേടിയാ. അമൃത്, മോളെ പേടിക്കണ്ട കേട്ടോ. എന്റെ അമ്മയെ കണ്ടുപിടിച്ച് തരൂ ആന്റി. എനിക്ക് വേറെ ആരുമില്ല. ഒറ്റയ്ക്ക് എനിക്ക് പേടിയാ. എന്റെ അമ്മ എനിക്ക് കാണണം. മോള് കരയണ്ട കേട്ടോ. എന്റെ അമ്മ. എന്താ അമൃത ഇത്? കരയില്ലേ മോളെ, നമുക്ക് അമ്മയെ കണ്ടെത്താം. ഇത് വല്ലാത്തൊരു കുരിശായല്ലോ. ഇതുവഴി വരാൻ തോന്നിയ സമയത്ത് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഇതുവഴി വരാൻ തോന്നിയത് ഭാഗ്യമായെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കാണാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഈ മോൾ ഈ രാത്രി ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്തേനെ? എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. ശ്രീകുട്ടിയുടെ കാര്യത്തിൽ ആദ്യമായിട്ട് അങ്ങനെ കരുതാൻ പറ്റുമോ? ഇല്ലല്ലോ. അരുണിന്റെ ചോരയാ, അത് നമ്മൾ മറന്നുകൂടാ. എന്ന് കരുതി ഇവളെ ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവള് പറയുന്നേ? എന്തായാലും മോൾ ഒറ്റയ്ക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. ഈ കുഞ്ഞിനെ നമുക്കത് വീട്ടിലേക്ക് കൊണ്ടുപോവാം. വീട്ടിലേക്കോ? നിന്റെ തലയ്ക്കെന്താ പട്ടുണ്ടോ? അതേട്ടാ, ഈ ശ്രീ ഒന്നും പറയണ്ട. അങ്ങനെയുള്ള രക്ഷയൊന്നും വേണ്ട. അവിടെ ഐശ്വര്യമുണ്ട്. വെറുതെ ഒരു സംശയത്തിന് ഇട കൊടുക്കണ്ട. ആദ്യേട്ടൻ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ വേറൊരു നിവൃത്തിയില്ല. എന്തായാലും ഇപ്പൊ നമ്മൾ കുട്ടിയെ കണ്ടുപോയി, പോലീസിൽ അറിയിക്കാം. അവർ വന്ന് കുട്ടിയെ കൊണ്ടുപോയിക്കോളും. അതൊക്കെ എളുപ്പ മാർഗ. പക്ഷെ ഈ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി നമ്മൾ ഓർക്കണ്ടേ? ഒന്നാമത് അമ്മയെ കാണാതെ കരഞ്ഞു വിഷമിച്ച് നടക്കുക. നമ്മൾ മറ്റൊന്നും ചെയ്യണ്ട. ഈ പാവം മോൾക്ക് കുറച്ച് ആശ്വാസം അതെങ്കിലും കൊടുക്കണ്ടേ? ഞാനും ഒരു അമ്മയാ. നൊന്ത് പെറ്റവർക്ക് അതിന്റെ വേദന അറിയൂ. ശ്രീകുട്ടി അന്യ കുഞ്ഞല്ല. ഇനി ഇതിന്റെ പേരിൽ ആദ്യമായിട്ട് എന്നെ എന്ത് പറഞ്ഞാലും ശരി, ഈ മോളെ ഞാൻ ഇവിടെ വിട്ടിട്ട് പോവില്ല. അമൃത, അത് അരുൺ ഇവളുമായിട്ട് കൂടുതൽ അടുത്തത് പ്രശ്നമാ. ഒക്കെ എനിക്കറിയാം. ഒന്നും വരില്ല. ഇപ്പൊ ഈ മോളെ പോലീസിൽ ഏൽപ്പിക്കുന്നില്ല, തനിച്ചാക്കി പോകുന്നുമില്ല. എന്ത് വന്നാലും ആരെന്ത് പറഞ്ഞാലും ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാ ഞാൻ. ഒരു ചെറിയ കുട്ടിയാ, ഞാനത് സമ്മതിച്ചു. അതിന് എനിക്ക് എതിർപ്പുണ്ടായിട്ടല്ല. ഭാവിയിൽ ഇതിന്റെ പേരിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്താ ഞാൻ വേണ്ടാന്ന് പറയുന്നത്. നമുക്കിപ്പോ പ്രധാന ഈ മോളുടെ കാര്യം. ബാക്കി വരുന്നതൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ആദ്യേട്ടാ, ഞാൻ ഇതുവരെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിർബന്ധം പിടിച്ചിട്ടുണ്ടോ? ആദ്യേട്ടനെ ചെറുവാക്കിനെങ്കിലും എതിർത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ ഈ മോളുടെ കാര്യത്തില് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.